എന്ത് സംഭവം ചേച്ചി? എന്താ സംഭവം? കരിമീനാണോ? ആ ഫിലോപ്പിയ അല്ലേ? കൊള്ളാലോ. കരിമീനുണ്ട്, അടിപൊളി. വൈകുന്നേര സമയത്തേക്ക് വന്നാൽ മതി എല്ലാവരും. അടിപൊളിയാണ്, എല്ലാ സാധനമുണ്ട്. കരിമീനുണ്ട്, ഫിലോപ്പിയുണ്ട്, മറ്റയുണ്ട്, എല്ലാം ഫ്രഷാണ്. അതുപോലെ നമ്മുടെ പുറത്ത് മറ്റേ ഡ്രമ്മിൻ്റെ അകത്തല്ലോ ഞണ്ടിനെ അതിനൊക്കെ ഇട്ടേക്കുന്നത്. ചെമ്മീനിൻ്റെ അകത്ത് തന്നെ ഉണ്ടോ ഇതിൽ? വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ നാട്ടിലായിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്ന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ സീ ഫുഡ് കഴിക്കുക എന്നുള്ള പ്ലാനിൽ കുറച്ച് സ്ഥലത്തേക്ക് തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സെർച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ കവര് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഇപ്പോൾ കൊച്ചിയിലുള്ളവർക്ക് ഫുഡ് ബേസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ലൊക്കേഷൻ ആയിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ലൊക്കേഷനെ കൊടുത്തിട്ടുണ്ട്. കളത്ര ചെല്ലാനം, എറണാകുളം. മനസ്സിലായ കവര് ചെറിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ കായലിൻ്റെ സൈഡിൽ നൈസായിട്ട് ഇവർ ഈ നമ്മുടെ എന്താ പറയുക ഈ വെള്ളത്തിൻ്റെ ബോക്സ് പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തേക്കണതാണ്. അപ്പോൾ ഇതിൽ സൈഡിൽ കുറേ മീനെ അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ഇട്ടേക്കണേന്ന് തോന്നുന്നു, ക്രാബിനൊക്കെ വളർത്തുന്നത്. ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാനും എലീസയും കൂടെ എറണാകുളം വന്നതാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ എലീസയ്ക്ക് സീ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ അതൊക്കെ നോക്കി വിളിച്ച് ചോദിച്ച് വന്നാൽ നൈസായിരിക്കും. അപ്പോൾ ഇവിടെ സൈഡിൽ റോഡിൻ്റെ ഈ സൈഡിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ചേച്ചിയുടെ അടുത്ത് നൈസായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ചെമ്മീൻ ഫ്രൈയും അതൊരു കാളാഞ്ചി സ്പെഷ്യൽ കറി ഉണ്ടെന്നാണ് പറഞ്ഞത്, ഊണുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കവര് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ബാക്കി ഇതിൻ്റെ ഏരിയ സൈഡിലുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് കുറേ ആൾക്കാർ അവിടെ നിന്ന് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നു, വലയൊക്കെ എറിയുന്നുണ്ടായിരുന്നു. എല്ലാം കിട്ടിയെന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളങ്ങോട്ടൊന്നും പോയൊന്നുമില്ല. അല്ലേ, നല്ലൊരു വൈബാണ്. നമുക്ക് കായലിൻ്റെ തീരത്ത് ചീനവലയൊക്കെ പൊക്കണതൊക്കെ കണ്ടിരുന്നൊരു ഫുഡ് കഴിക്കാൻ പറ്റിയൊരു കിടിലൻ ഫുഡ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ. ഫുഡ് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല, നമ്മളൊരു കഴിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു പയ്യൻ ചൂണ്ടിടുന്നത് എന്തെങ്കിലും കിട്ടിയെന്ന് കഴിക്കാം. ബ്രോ വല്ലതും കിട്ടിയാ? ചൂണ്ട ഇവിടെ കിട്ടാറുണ്ടോ? മീൻ അടിക്കുന്നുണ്ടോ ഇവിടെ? എന്ത് സാധനം കിട്ടും? ചെമ്പല്ലി, അങ്ങനെ ചെമ്പല്ലി കിട്ടൂലേ? നല്ല സൈസുള്ള കിട്ടുക, രണ്ടിലും കിട്ടൂലേ? അടിപൊളി. ഇവിടെ ഫുള്ള് ചൂണ്ടക്കാരാണ്, കംപ്ലീറ്റ് ചൂണ്ട വൈബും സംഭവമൊക്കെയാണ്. ഇഷ്ടംപോലെ മീനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. കുറേ ചേട്ടന്മാരൊക്കെ ഇവിടെ വന്ന് ചൂണ്ടിട്ടിട്ട് പോകണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ നല്ല തിരക്കായിരിക്കില്ല കേട്ടോ ഈ ഭാഗത്തൊക്കെ, അടിപൊളിയായിരിക്കും. ആ എല്ലായിടത്തും ഉണ്ട്, ഫുള്ള് ചൂണ്ടക്കാരാണ്, എല്ലാ സൈഡിലുണ്ട്. കയറിയല്ലോ, വാ വാ. അപ്പോൾ ഇതാണ് നമ്മുടെ കവരെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ. ചെറിയൊരു ഇവിടെ ഒരു ചേച്ചിയാണ് ഇത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അതെങ്ങനെയാണ് നൈസ് താഴെ കണ്ടല്ലോ, ഇതുപോലെ തടിയുടെ പലകിട്ടിട്ട് അടിയിലും മറ്റു സംഭവമാണ്. ചെറിയ ഈ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ബോക്സ് പോലത്തെ സംഭവം കണ്ടില്ലേ, അടിപൊളിയാണ്. അതുപോലെ നെറ്റും കാര്യങ്ങളൊക്കെ സൈഡിലിട്ടുണ്ട് കണ്ടില്ലേ, ഇവിടെ കവര് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കൊള്ളാം. അത്യാവശ്യം പേർക്കൊക്കെ ഇടങ്ങിയുള്ള ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്ക് പറഞ്ഞാൽ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്നതാണെന്നൊരു സംശയമുണ്ട്. കൊള്ളാമല്ലേ? ഓക്കെ, താങ്ക് യു ചേച്ചി. കാളാഞ്ചി, അതേ കണ്ട, ഇതാണ് നമ്മുടെ ഫുഡ് സംഭവം. ഞങ്ങൾ പറഞ്ഞത് ഊണാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു കാളാഞ്ചി കറിയും ഒരു ചെമ്മീൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. എനിക്കാണ് ഇവിടുന്ന് തന്നെയുള്ള ചെമ്മീനും സാധനമൊക്കെ ആണല്ലോ, മീനൊക്കെ ഇവിടുന്ന് തന്നെ പിടിക്കുന്നവർ. അടിപൊളി സംഭവം. കൊള്ളാം. ചേച്ചി ഇപ്പോൾ അടുത്ത സംഭവം. ചേച്ചിയുടെ പേരെങ്ങനെയാ? മോളി. ചേച്ചിയാണ് കടയൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അത് അടിപൊളി, കൊള്ളാം. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. ഇവിടെ നോക്കട്ടെ, ആദ്യം തന്നെ കുറച്ച് മോര് കൂട്ടാനൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് മോര് കൂട്ടാനൊക്കെ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് കഴിച്ച് ഇതിലേക്ക് സെറ്റ്. കുറച്ച് മോര് കൂട്ടാൻ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാളാഞ്ചിയുടെ കുറച്ച് ചാറ് കഴിക്കാം. അതായിരിക്കും മീൻ, കാളാഞ്ചിയുടെ ചാറ്. എന്താ ചേച്ചി പറയാം. ഓക്കെ, ഇനി നമ്മുടെ ചെമ്മീൻ്റെ തല കളയരുത്. ചെമ്മീൻ്റെ തലയോട് കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുമ്പളങ്ങിയ കുറച്ച് കഴിച്ച് ഇതിൻ്റെ കൂടെ നൂറുമാണ് ഒക്കെ നമ്മളെ ഹോംലി ഫുഡൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ സാധനം കഴിക്കാം. അടിപൊളിയാണ് പറയാനുള്ള. അപ്പോൾ എറണാകുളം ചെല്ലാനം സൈഡ് ഈ ഭാഗത്തായിട്ടൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കയറി കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. നമ്മൾ
വീട്ടിലൊക്കെ നമ്മളുണ്ടായി കഴിക്കുന്ന അതേ മൂട്ടിൽ. ചേച്ചിയും പിന്നെ അടിപൊളിയാണ്. ഓക്കെ, നമുക്ക് പിന്നെ കഴിക്കട്ടെ. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മതി. കുറച്ച് ചെമ്മീനാണ് ഹൈലൈറ്റ്. കാളാഞ്ചി വെറുതെ മൂടാണ്, പക്ഷെ എനിക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ മോര് കൂട്ടാനാണ്. മൂടേശ് സാധനം അടിപൊളി എന്ന് തന്നെ പറയണം. അടിപൊളി. കുമ്പളങ്ങ അല്ലേ? ആ കുമ്പളങ്ങ കുമ്പളങ്ങ ഇട്ട മോര് കറി മീനൊക്കെ പൊളി സെറ്റ് സാധനമാണ്. ഇഷ്ടമുള്ളവർക്ക് പക്ഷേ അങ്ങനെ ഓവർ സ്പൈസി അല്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. കറക്റ്റ് ഒരു പാക എരിവെന്ന് വെച്ചിട്ട് നമുക്ക് എരിവായിട്ട് തോന്നണേത് ആണ് സംഭവം. കൊള്ളാം. ഏത് മൂട്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ മോളി ചേച്ചി ഇത് എൻ്റെ ഇടയിൽ കക്കിറച്ചി ഫ്രൈ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫ്രഷ് ഇപ്പോൾ റെഡി. ഞങ്ങൾ വന്നപ്പോൾ ചേച്ചി ഉണ്ടായിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൊണ്ടുവന്നതാണ്. ചേച്ചി നോക്കി എങ്ങനെ ഇടുന്നു. ചൂടുണ്ട്, ഫ്രഷാണ്, ലൈവ് സാധനമാണ്. എന്താ നല്ല ഫ്രഷ് കക്ക മൂടായിരിക്കുമല്ലോ. അടിപൊളിയാണ്, ഫ്രഷാണ്. അല്ല അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കഴിഞ്ഞ് അപ്പോൾ ഇവിടുത്തെ പുറത്തത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതേ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇവർ ഈ പറഞ്ഞ പോലെ ചെമ്മീനെ അതുപോലെ തന്നെ ക്രാബൊക്കെ ഇല്ലേ, നമ്മുടെ ഞണ്ട്. എവിടെ എവിടെ? ആ കുഞ്ഞൊരു ക്രാബ്. ശരി, അത് അപ്പുറത്തെ ഡ്രമ്മിൻ്റെ അവിടെ ചെറിയ ക്രാബ് ഇരിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് വന്നിട്ട് ഇതിൻ്റെ തന്നെ ഇവർക്ക് പിടിക്കാമല്ലോ, ഈ കടയിൽ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടില്ലേ. കൊള്ളാം, നല്ല റെസ്റ്റോറൻ്റാണ്. ഇവരുടെ ലോഗോയും അങ്ങനത്തെ ഒരു മൂടാണ്. കണ്ടില്ലേ, ക്രാബിൻ്റെ ഒരു സിമ്പിളിൻ്റെ ഉള്ളിൽ കവരെന്നൊക്കെ എഴുതിയിട്ട് നല്ല രസമാണ്. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു സെറ്റപ്പ്, പക്ഷെ നല്ല രസമാണ് വന്നിരുന്ന് ഫുഡൊക്കെ അടിക്കാനായിട്ട്. നല്ല പക്ക ഹോംലി ഫുഡ്, ആ ഒരു ലെവൽ തന്നെയുള്ള സംഭവമാണ്. മോളി ചേച്ചിയുടെ കാര്യമായ പ്രിപ്പറേഷനാണല്ലോ. എന്ത് സംഭവം ചേച്ചി? എന്താ സംഭവം? കരിമീനാണോ? ആ ഫിലോപ്പിയ അല്ലേ? കൊള്ളാലോ. കരിമീനുണ്ട്, അടിപൊളി. വൈകുന്നേരം സമയത്തേക്ക് വന്നാൽ മതി എല്ലാവരും. അടിപൊളിയാണ്, എല്ലാ സാധനമുണ്ട്. കരിമീനുണ്ട്, സിലോപ്പിയുണ്ട്, മറ്റയുണ്ട്, എല്ലാം ഫ്രഷാണ്. അതുപോലെ നമ്മുടെ പുറത്ത് മറ്റേ ഡ്രമ്മിൻ്റെ അകത്തല്ലോ ഞണ്ടിനെ അതിനൊക്കെ ഇട്ടേക്കുന്നത്. ചെമ്മീനിൻ്റെ അകത്ത് തന്നെ ഉണ്ടോ? ഇതിൽ ചെമ്മീൻ ഇട്ടിട്ടുണ്ടോ? ചെമ്മീൻ ഇട്ടിട്ടില്ല അല്ലേ? കൊള്ളാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോളി ചേച്ചിയുടെ കവര്. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ളവർ നേരെ ഇതാണ് നമ്മുടെ സ്വന്തം മോളി ചേച്ചി. ഓക്കെ, എന്തോ വിളിച്ചു? ആ അതന്നെ, വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ടല്ലേ? ആ, അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരെ വിളിച്ചിട്ട് എന്താണ് അവസ്ഥ, സിറ്റുവേഷൻ, നല്ല തിരക്കാണോ എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് നേരെ വന്നോളൂ. ഓക്കെയാണ്. നമ്മുടെ ചേച്ചിയുടെ ചെറിയൊരു റേഡിയോയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ടീക്കാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ ഇറങ്ങുവാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ പേ ചെയ്തിട്ട് നേരെ ഇറങ്ങാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ.